വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എൻ്റെ കൂടെ ഇന്ന് ഋതുവും ലക്ഷ്മി ചേച്ചിയുണ്ട്. സോ ഋതുവിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഡേറ്റ കളക്ഷന് വേണ്ടി പോർട്സ്മൗത്ത് ഹാർബറിലും റൈറ്റ് പാർ ഹാർബറിലും പോവുകയാണ്. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അയ്യോ, കുട്ടികളെ മാറാത്ത മുതുക്കി. ഞങ്ങളിന്ന് 3 പേരേ ഉള്ളൂ. അത് കട്ടയ്ക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഹോളോ ബ്രിക്സ് ആണ് ഈ ഒരു ഫിഷിന് വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യൽ ഹാബിറ്റേറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ അതെങ്ങനെയായിരിക്കും എന്നറിയില്ല. സാധാരണ ഒരു 4 പേര് കാണും. ഇത് ഞങ്ങൾ 3 പേരും, അവിടെ ഒരു ഇൻസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. അത് ഇൻസ്ട്രക്ടർ അല്ലേടി. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പോർട്സ്മൗത്ത് ഹാർബർ എത്താറായിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ കളക്ഷൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ റീച്ച് ആവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ എന്നിട്ട് ബാക്കി എന്താ നടക്കുന്നത് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഹാർബറിലെത്തി. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഷോർട്സൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഷിഫ്റ്റ് എനിക്ക് ഫെറി കയറി പോകണം. സോ ഇവിടെയാണ് ഞാൻ കയറാറുള്ള ഫെറി. അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഞാൻ കയറുന്ന ഫെറിയുള്ള ഷാലോ ഫൈറ്റ് ഫെറി അപ്പുറത്തെ സൈഡിലാണ്. ഞങ്ങൾ എത്തി ഗൈസ്, ഹാർബറിലെത്തി. ഇവിടെയാണ് ഞങ്ങളുടെ ഡേറ്റ കളക്ഷൻ, ഫസ്റ്റ് ഡേറ്റ കളക്ഷൻ. ഇതാണ് ഗൈസ് ഹാർബർ. ഞങ്ങളങ്ങനെ ഇപ്പോൾ ഹാർബറിലെത്തി. ഇവരൊക്കെ വീഡിയോ എടുത്ത് നടക്കുകയാണ്, ഞാനും വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്നാക്ക് ടവർ. ഇവിടെയാണ് ഞങ്ങൾക്ക് ബസ്, നാഷണൽ എക്സ്പ്രസ് ബസ്സൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനാണ് പോർട്സ്മൗത്ത് ഹാർബർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് അകത്തോടെ തന്നെ നമ്മൾ ഐൽ ഓഫ് വൈറ്റിൽ പോകുന്ന ഫെറിയും ഉള്ളത്. അത് നമ്മുടെ കോസ്പോട്ടി പോകുന്ന ഫെറിയാണ്. ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് പച്ച കളർ. ഇവിടെ വെച്ചാൽ അവളുടെ ഡേറ്റ കളക്ഷൻ അറിയത്തില്ല. ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നേ. എത്താറായി, എന്തായാലും 1 മിനിറ്റിലെത്തും. സോ എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ഹാർബർ ഇരിക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇവിടെ വന്നാണ് ഐൽ ഓഫ് വൈറ്റിലോട്ട് ഫെറി കയറാൻ പോകുന്നത്. സോ ഇപ്പം തന്നെ ഞങ്ങൾ നടന്ന് തളർന്നു ഗൈസ്. ഇനി അവിടെ പോയി കല്ല് കൂടെ പൊക്കുമ്പോൾ കുറച്ച് പറയുള്ളൂ. എനിക്ക് ആരോഗ്യമാണ്. 5 മിനിറ്റ് ഞാൻ പറഞ്ഞു, 45 മിനിറ്റ് ഉണ്ട്. ഒരു അങ്ങ് നടന്നു. വെയിൽ കുറവായുണ്ട്, പക്ഷേ ഇപ്പം ചൂടെടുക്കാൻ തുടങ്ങി. ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മളിതിൻ്റെ അകത്തൂടെയാണ് ഇവിടെ എത്തിയും ഡേറ്റ കളക്ഷനുള്ള സ്ഥലം കേട്ടോ. ഞാനതിപ്പോഴാണ് അറിയുന്നത്. ഗൈസ്, അപ്പോൾ ഋതുവിൻ്റെ ഇൻസ്ട്രക്ടർ ഇപ്പോൾ താഴോട്ട് വരും. ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനും ചേച്ചി ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. അവർ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ ഞങ്ങൾക്കൂടെ ഒരു റോളില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പുറകെ പോകും. അപ്പോൾ ഞങ്ങളിപ്പം വൈറ്റിങ്ങിൻ്റെ ഓഫീസിലുള്ള ആളാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ എത്തി. അതിൻ്റെ അകത്ത് മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ അറിയുന്ന ഒരു അങ്കിളിനെ കണ്ടു. ആൾ ഫ്രം ഇന്ത്യയാണ്. നല്ല രസമുണ്ടായിരുന്നു എൻ്റെ അകത്ത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഒക്കെയാണ്. പക്ഷെ അയാളെ വീട് ഞങ്ങൾ എടുത്തില്ല. ഈ ആൾക്കാരൊക്കെ വിചാരിച്ചു ഞങ്ങൾ ഭയങ്കര യൂട്യൂബേഴ്സ് എന്നാണ്. പക്ഷെ നമുക്കല്ലേ അറിയോ 500 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഉള്ളൂ. പക്ഷെ 500 ചെറിയ നമ്പറല്ല. ലൈഫ് ജാക്കറ്റ് തന്നു ഗൈസ്. അപ്പോൾ തട്ടിപ്പോയിനി. അയ്യോ, ഇവിടുത്തെ ആൾക്കാർ ഫ്രണ്ട്ലി ആയതൊന്നും വലിയ പ്രശ്നമില്ല. അത് ഈ ഫോണും ഒക്കെ പിടിച്ചോണ്ട് നടക്കണോണ്ടായിരിക്കണം. എന്റെ ഫേസ് കണ്ടാലും അറിയാം തീവ്രവാദിയാണ്. അയ്യോ, ഹാർബറിലുള്ളത് പോസ്റ്റ്പോണ്ടായി ഗൈസ്. ഇതിന് അതിന് മൺഡേ ചെയ്യാൻ പറ്റുള്ളൂ, ഹൈ ടൈഡ് കാരണം. സോ ഞങ്ങളിപ്പം നേരെ റൈറ്റ് പാർ ഹാർബറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫെറിയിൽ.
ഹായ് റൈറ്റ് സ്റ്റാറിലെത്തി ഗൈസ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഋതുവിൻ്റെ ഡേറ്റ കളക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് തന്നെ ഫെറി കയറി ഞങ്ങൾ വീട്ടിലോട്ട് പോകും. ഞങ്ങളങ്ങനെ എത്തി ഗൈസ്. അങ്ങനെ ഋതുവിന് 2 വലിയ ക്രാബിനെ കിട്ടി ഗൈസ്. ഇവള് മെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്രാബിനെ പിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡേറ്റ കളക്ഷൻ കഴിഞ്ഞു. നമ്മൾ 3 പേരും ഫെറി കയറി. പിന്നെ സമയത്തിൻ്റെ പരിമിതി നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് ഓടിക്കയറി. കാരണം മേലോട്ടുള്ള വഴി അറിയില്ല. 3 പേർക്ക് അറിയില്ല. അങ്ങനെ ഇവിടെ തിരിക്കുകയാണ്. അയാൾ വരണമെങ്കിൽ ചോദിച്ചിട്ട് പോവാം. ഇങ്ങനെ വണ്ടി ഷിഫ്റ്റ് എടുത്ത് തുടങ്ങി. അപ്പം ഇനി നടന്ന് നിങ്ങൾക്ക് വീഴാൻ വയ്യ, ചമ്മാൻ വയ്യാത്തതുകൊണ്ടാണ് വന്ന് ഇവിടെ തന്നെ ഇരുന്നത്. എന്തായാലും നോക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആ ടൈം ലാപ്സിട്ട് ഞാൻ കാണിച്ചതാണ് സംഭവങ്ങൾ. നമ്മളിവിടുന്ന് അവളുടെ കട്ട പൊക്കുന്നു, എടുക്കുന്നു, അടുത്തെന്താ കൊണ്ടുവന്ന് നോക്കുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞങ്ങൾ പോർട്സ്മൗത്തിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. കാര്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറാൻ പോവാണ്. എൻ്റെ ഫോണിൽ ചാർജ് അധികമില്ല. പിന്നെ വീട്ടിൽ വിളിക്കണമെന്നുള്ളതാണ് എനിക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത്. അനിയത്തി ഹോസ്റ്റലിലാണ്. സോ അവൾക്ക് ഒരു 45 മിനിറ്റ്സ് ഫോൺ കിട്ടും. അങ്ങനെ അവൾ ഇവിടെ കഴിക്കാൻ പോവാണ്. എന്നിട്ട് വീട്ടിലോട്ട് പോകും. നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. ഇന്നത്തോടെ എത്രയുള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഫോൺ 1% ഇപ്പോൾ ഓഫ് ആവും.